ദ യുണൈറ്റഡ് നേഷൻ ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് ഐക്യരാഷ്ട്ര സംഘടന എന്താണെന്ന് നോക്കാം. രണ്ടാം ലോകയുദ്ധം നടന്നുകൊണ്ടിരിക്കുക 1942 ജനുവരി 1-ന് 26 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന് അച്ചുതണ്ട് ശക്തികൾക്കെതിരെ തുടർന്ന് പൊരുതുമെന്ന് പ്രതിജ്ഞയെടുത്ത വേളയിൽ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപനത്തിലാണ് ആ പദം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത്. അപ്പോൾ 1943 നവംബർ 1-ന് നടന്ന മോസ്കോ പ്രഖ്യാപന പ്രകാരം ഒരു അന്താരാഷ്ട്ര സംഘടന സ്ഥാപിക്കാൻ തീരുമാനിച്ചതാണ് എന്ത് ഐക്യരാഷ്ട്രസഭയുടെ പിറവിയിലേക്ക് നയിച്ചത്. മോസ്കോ പ്രഖ്യാപനത്തിലുൾപ്പെടെ രാജ്യങ്ങളുടെ പ്രതിനിധികൾ 1944 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വാഷിംഗ്ടണിൽ വീണ്ടും യോഗം ചേർന്നു. ഈ ചർച്ചയിൽ എന്താണ് ഡംബാൾട്ടൺ ഓക്സ് സംഭാഷണം എന്നും വിളിക്കുന്നു. 1944 ഒക്ടോബർ 7-ന് ഐക്യരാഷ്ട്രസഭയുടെ രൂപരേഖ തയ്യാറായി. ഈ രൂപരേഖ 1945 ഫെബ്രുവരിയിലെ യാൾട്ട കോൺഫറൻസിൽ നിന്നും ചർച്ച ചെയ്തു. ഈ ചർച്ച ചെയ്യലിൽ ബ്രിട്ടൻ, അമേരിക്ക, റഷ്യ എന്നീ രാജ്യങ്ങളുടെ തലവന്മാരായിരുന്ന ചർച്ചിലും റൂസ്വെൽറ്റും സ്റ്റാലിനും പങ്കെടുത്തു. അവസാനമായിട്ട് 1945 ജൂൺ 26-ന് സാൻ ഫ്രാൻസിസ്കോയിൽ കോൺഫറൻസിൽ വെച്ച് 51 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ഐക്യരാഷ്ട്രസഭ സ്ഥാപിക്കാനുള്ള കരട് രേഖയിൽ ഒപ്പുവെച്ചു. 1945 ഒക്ടോബർ 24-ന് ഐക്യരാഷ്ട്രസഭയുടെ ഭരണഘടനയായ UN ചാർട്ടർ നിലവിൽ വന്നു. അന്ന് മുതൽ ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ ദിനമായി ആചരിച്ചു വരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരം ആസ്ഥാനം ന്യൂയോർക്കിലാണ്. അപ്പോൾ അടുത്ത നമുക്ക് ഈ UNOയിലെ ഘടകങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അംഗങ്ങൾ എന്ന് പറയുന്നത് 191 അംഗങ്ങളുണ്ട്. UN ചാർട്ടർ അനുസരിച്ചുള്ള ബാധ്യത അത് നിറവേറ്റാൻ കഴിയുമെന്ന് സംഘടനയ്ക്കുറപ്പുള്ള സമാധാന കക്ഷികളായ എല്ലാ രാഷ്ട്രങ്ങൾക്കും എന്താണ് ഐക്യരാഷ്ട്രസഭയിൽ ചേരാം. സഭയുടെ സുരക്ഷാ സമിതി ശുപാർശ ചെയ്യുന്നതനുസരിച്ച് പൊതുസഭയിൽ 2 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അംഗത്വം നൽകുന്നത്. ഇനി ഐക്യരാഷ്ട്രസഭയ്ക്ക് 6 ഘടകങ്ങളുണ്ടെന്ന് ചാർട്ടർ പറയുന്നു. എന്താണ് അത്? പൊതുസഭ, പൊതുസഭ കഴിഞ്ഞ പിന്നെന്താണ് പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹ്യ സമിതി, ട്രസ്റ്റിഷിപ്പ് സമിതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ് എന്നിവയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ പൊതുസഭ, രക്ഷാസമിതി, ട്രസ്റ്റിഷിപ്പ് സമിതി എന്നിവയുടെ ഔദ്യോഗിക ഭാഷകൾ ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ് എന്നിവയാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചും മാത്രമാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് പൊതുസഭ എന്താണെന്ന് നോക്കാം. ജനറൽ അസംബ്ലി ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും ഉയർന്ന സമിതിയാണ് പൊതുസഭ എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ അംഗങ്ങളും പൊതുസഭയിലെ അംഗങ്ങളായിരിക്കുമെന്നതിനാൽ ഇതിനെ ലോകത്തിന്റെ യോഗം എന്ന് വിളിക്കാറുണ്ട്. ഓരോ അംഗരാഷ്ട്രത്തിനും പൊതുസഭയിലേക്ക് 5 അംഗങ്ങളെ മാത്രമേ അയക്കാം. എന്നാൽ ഓരോ രാഷ്ട്രത്തിനും ഓരോ വോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികാരങ്ങളും ചുമതലകളും ഒക്കെ പറയുന്നത് ഡെലിബറേറ്റീവ് ചുമതലകളാണ് പറയുന്നത്. പിന്നെന്താ? മേൽനോട്ട ചുമതലകളുണ്ട്, സാമ്പത്തിക ചുമതലകളുണ്ട്, തിരഞ്ഞെടുപ്പ് ചുമതലകളുണ്ട്, ഭരണഘടനാ ചുമതലകളുണ്ട്. അടുത്താണ് നമുക്ക് രക്ഷാസമിതിയെ കുറിച്ച് പറയാനുള്ളത്. രക്ഷാസമിതിയിൽ ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനങ്ങളും ചുമതലകളും നിറവേറ്റുന്നതിനുള്ള നിർവാഹക സമിതിയാണ് രക്ഷാസമിതി. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുന്നതിന്റെ പ്രാഥമിക ചുമതല തുടങ്ങുന്നതിൽ 5 സ്ഥിരാംഗങ്ങളും, അതായത് അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ്, ചൈന എന്നിവയാണ് 6 സ്ഥിരാംഗങ്ങളും
11 ഉൾപ്പെടെ 11 അംഗങ്ങൾ ഉള്ള രക്ഷാസമിതിയിലുള്ളത്. അപ്പോൾ അതിൻ്റെ അധികാരങ്ങളൊക്കെ എന്താ പറയുന്നത്, ഡെലിബറേറ്റീവ് ചുമതലകൾ ഞാൻ പറയുന്നത്. പിന്നെ എന്താണ്, നിർവാഹ ചുമതലകൾ പറയുന്നുണ്ട്. പിന്നെ എന്താണ്, സെക്രട്ടേറിയറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് രക്ഷാസമിതി നോക്കാം. രക്ഷാസമിതിയാണ് നോക്കിയത്. നമുക്കിനി എന്താണ് സാമ്പത്തിക സാമൂഹിക സമിതി എന്താണെന്ന് നോക്കാം. ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്താണെന്ന് നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെയും അതിൻ്റെ പ്രത്യേക ഏജൻസികളുടെയും സാമ്പത്തിക സാമൂഹിക രംഗത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഘടകമാണ് എന്ത്, സാമ്പത്തിക സാമൂഹിക സമിതി എന്ന് പറയുന്നത്. 54 അംഗങ്ങളിലൂടെയുള്ളത്. ഓക്കെ, 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ഓരോ വർഷവും 18 അംഗങ്ങൾ വിരമിക്കുകയും പുതിയ 18 പേരെ പൊതുസഭ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ചുമതല എങ്ങനെ പഠനങ്ങളും റിപ്പോർട്ടുകളും തയ്യാറാക്കലാണ് പറയുന്നത്. പിന്നെ ചർച്ചകളും ശുപാർശകളും കരാറുകൾ തയ്യാറാക്കൽ, ശ്രദ്ധ ക്ഷണിക്കൽ, പിന്നെന്താ പ്രത്യേക ഏജൻസികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കലാണ് ഇതിൽ വരുന്നത്. പിന്നെന്താ അടുത്ത പോയിന്റ്, ട്രസ്റ്റിഷിപ്പ് സമിതി എന്ന് പറയുന്നത്. ട്രസ്റ്റ് പ്രദേശങ്ങൾ ഭരിക്കുന്ന അംഗരാഷ്ട്രങ്ങളും ട്രസ്റ്റ് ഭരണ ചുമതലയിലില്ലാത്ത രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളും പൊതുവെ 3 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്ന അംഗരാഷ്ട്രങ്ങളും അടങ്ങുന്ന ഒരു ട്രസ്റ്റിഷിപ്പ് സമിതി രൂപീകരിക്കണമെന്ന് UN ചാർട്ടിൻ്റെ 86-ാം അനുച്ഛേദം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്താണെന്ന് നോക്കാം. ഹേഗ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഘടകങ്ങളൊന്നാണ്. ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങളെല്ലാം ഇതിൻ്റെ പ്രവർത്തന പരിധിയിൽ പെടുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഐക്യരാഷ്ട്രസഭ രൂപവൽക്കരിക്കപ്പെടുന്നതിൽ അനേകം അന്തർദേശീയ സമാധാന സൗഖ്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. ഓക്കെ, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ രക്ഷാസമിതിയുടെ പ്രഥമ കർത്തവ്യമാണ് ഈ കടമ നിറവേറ്റ ചർച്ചകൾ, മധ്യസ്ഥ സംഭാഷണങ്ങൾ, സൈനിക നിരീക്ഷകരെ ഏർപ്പെടുത്തൽ, സമാധാന സംരക്ഷണ സേനയിലെ നിയോഗിക്കൽ എന്നിങ്ങനെ അനേകം മാർഗങ്ങൾ രക്ഷാസമിതി അവലംബിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൽ പറഞ്ഞ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ.